ഹായ്, വെൽക്കം ടു ടച്ച് കണക്ഷൻസ്. ഈ മാസം 26, 27 തീയതികളിൽ വട്ടവടയിൽ ഞാൻ പോയിരുന്നു. സാധാരണ ഞാൻ എൻ്റെ കാറിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് പോണത്. ഈ മാസം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ലൈനിലേക്ക് പോണതാണ്. ഞാനപ്പോ ഇൻസ്റ്റയിൽ കൂടി ജാസ്മിൻ എന്ന ഒരു കുട്ടീനെ പരിചയപ്പെട്ട്, അവര് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ കൊണ്ടുപോകുന്ന ഒരു പാക്കേജ് ആണ്. അപ്പൊ ഇവര് 14 വർഷമായിട്ട് ഇത് കൊണ്ടുപോകണേ. അപ്പൊ എന്തായാലും ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ കൊള്ളാന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ പ്രാവശ്യം അവരെ കൂടി പോകാനായിട്ട് തീരുമാനിച്ചു. ഈ ട്രിപ്പിന് 3200 രൂപയാണ് ഒരാളുടെ ചാർജ്. നമ്മള് പോകുമ്പോഴുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് നമ്മൾ എടുക്കണം. അവിടെ ചെന്നിട്ട് വട്ടവട ചെല്ലുമ്പോഴുള്ള ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവർ തരും. ഏപ്രിൽ 26 രാവിലെ 5:30 മണിക്കാണ് എറണാകുളത്ത് നിന്നാണ് ബസ് പുറപ്പെട്ടത്. അപ്പൊ ഈ ട്രിപ്പില് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും കാലിക്കട്ട്, വയനാട്, അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് ആളുകൾ ഇതിൽ പങ്കെടുത്തത്. ഞങ്ങള് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ അതിലൂടെ ഈ പോണ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് രാവിലെ ആരംഭിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഓരോരുത്തരെയും നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സാധാരണ നമ്മളൊരു ടൂർ പോകുമ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് പരിചയമുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന് പരസ്പരം പരിചയപ്പെട്ട്. ഈ ബിൻഡോ എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ, ഏതാണ്ട് 9 മണിയോടുകൂടി ഞങ്ങള് മൂവാറ്റുപുഴയിലെത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ഉഷാറായി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഡാൻസ് വീണ്ടും സ്റ്റാർട്ടായി. അപ്പൊ നേരത്തെ ഡാൻസ് ചെയ്യാത്ത ആൾക്കാരും കൂടി ഇതിൽ വന്ന് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറുമാവിച്ച് ഡാൻസാണ്. അങ്ങനെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളിങ്ങനെ കാടിന്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മൂന്നാർ സിറ്റിയിൽ ഏതാണ്ട് ഒരു 2 മണിയോടെ എത്തി. അപ്പൊ പലരും ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ തന്നെ എടുക്കണം. അപ്പൊ പലരും പല ഹോട്ടലിലേക്കാണ് പോയത് ഭക്ഷണം കഴിക്കാൻ. ഞാൻ ട്രിപ്പ് കൊണ്ടുപോകുമ്പോ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫ് സിന്താലു അല്ലെങ്കിൽ BDF എല്ലാം റെഡിയാക്കി കൊണ്ടുപോകും. അതിന്റെ കൂടെ 2 രൂപ മദ്യം എന്തായാലും കരുതും. കാരണം നമ്മുടെ കൂടെ സുഹൃത്തുക്കളാണ് വരുന്നത്. അപ്പൊ ഞാനപ്പോ ജാസ്മിനോട് ചോദിച്ച്, ഈ ട്രിപ്പില് മദ്യം നമ്മൾ കൊണ്ടുപോകണോ അല്ലെങ്കിൽ നിങ്ങൾ സപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു. എന്നെ ജാസ്മിൻ കൊന്നു കൊല വിളിച്ച്. അപ്പൊ ഞാൻ ജാസ്മിനോട് പറഞ്ഞ്, ജാസ്മിൻ, ഞാനത് എനിക്ക് മദ്യപിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ചോദിക്കണത്. നമ്മുടെ റൂമിലാ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളൊരു കുപ്പി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യാല, കുറച്ചും കൂടി ഒരു ആത്മബന്ധം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചോദിച്ചത്. അതുകൂടാതെ ഞാന് എൻ്റെ വീട്ടില് 25 വർഷം പഴക്കമുള്ള ശിവാശ്രീയില് 5 വർഷമായിട്ട് പൊട്ടിക്കാനെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോണേന്ന്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് മദ്യപാനം ഒരു താല്പര്യമുള്ളതല്ല, പക്ഷെ നമുക്ക് ടൂർ പോകുമ്പോ അങ്ങനെ ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ കേട്ടോ. മൂന്നാറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡാൻസ് എന്തായാലും ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ നമ്മൾ പയ്യെ പോയി. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് ബ്ലോക്കിൽ പെട്ടുപോയി. പിന്നെ നമ്മള് അത് ബ്ലോക്കെല്ലാം മാറ്റി പയ്യെ പോയായിരുന്നു അതിന്റെ ഇടയിൽ കൂടി. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഒരു അടിയുണ്ടായിരുന്നു. എന്തോ ബസ്സുകാരനായിട്ട് നാട്ടുകാരൊക്കെ ആയിട്ട് അടിയുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നണത് എന്തോ പാർക്കിംഗ് സംബന്ധമായിട്ട് എന്തോ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല പൊരിഞ്ഞടിയായി. 5 മണിയോടുകൂടിയാണ് നമ്മുടെ വട്ടവടയിൽ എത്തിയത്. ചെറിയൊരു സിറ്റിയാണ്. ബസ് നമ്മളവിടെ എല്ലാവരും ഇറക്കിയതിന് ശേഷം ബസ് കുറച്ചു നേരം മാറ്റി അപ്പുറത്തേക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങള് ബാഗെല്ലാം ഒരു ജീപ്പിലേക്ക് വെച്ച്, അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും 8-10 പേരൊക്കെ ആയിട്ട് 5-8 ജീപ്പ് വിളിച്ചിട്ട് പൊക്കത്തേക്ക് പോവുകയത്. പൊക്കത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ റോഡെന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ആ സിറ്റി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ റോഡ് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും.
പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വട്ടവട എന്ന് പറയുന്നത് ആൾക്കാരുടെ വിചാരം തമിഴ്നാടിന്റെ ഇതിലാണെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ബോർഡറാണ്. ഇതിന്റെ അപ്പുറത്ത് ആ മല കഴിഞ്ഞാലാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതുകൂടാതെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും പറയണത് സംസാരിക്കണത് തമിഴാണ്. അവർക്ക് മലയാളം കൂടി അറിയാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീപ്പാണ് അവിടെ കൂടുതൽ. അപ്പൊ ഈ വട്ടവടനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഈ ഭൂമി തട്ടായിട്ട് അവർ റെഡിയാക്കിയിട്ട് അതിലാണ് കൃഷി ചെയ്യണത്. സ്ട്രോബെറി, വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളാണ്. കൂടാതെ കുറെ പച്ചക്കറി സാധനങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് അവരുടെ ഒരു വരുമാന മാർഗം. രണ്ടാമത്തത് ടൂറിസമാണ്. അവിടെ എന്തായാലും സീസണിൽ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. സാറ്റർഡേ സൺഡേ അവിടെ ഹോട്ടലൊന്നും കാര്യം ഉണ്ടാവില്ല. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടുണ്ടെങ്കിൽ 2-3 മുറി അവർ ഈ ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കണം. അപ്പം എങ്ങനെയായാലും 15,000 രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം ഈ ഓഫ് റോഡ് ഫീൽ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അത് റെഡിയാക്കാണ്ട് ഇട്ടേക്കണമായിരിക്കും. അപ്പം ഞാൻ ഈ ജീപ്പ് ഡ്രൈവറോട് ചോദിച്ചായിരുന്നു, അപ്പം ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കാൻ പാടില്ലെന്ന്. അപ്പം അവിടെ ഇപ്പോൾ ഭരിക്കണത് കോൺഗ്രസ് ആണ്. അപ്പം ഇനി ചിലപ്പോൾ അവർ ചിന്തിക്കണത് റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ ഈ ജീപ്പുകാരുടെയൊക്കെ പണി പോവും എന്നായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റോഡ് ശരിയാക്കാത്ത. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗർഭിണികളും നടുവേദനയുള്ള ആരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. കാരണം അത് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോകണമുള്ള ഒരു സിറ്റിയിൽ പോയിട്ട് അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു താമസിക്കണ ഹോട്ടലിലെത്തിയായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തത് വിസ്റ്റ എന്ന് പറയുന്ന ഒരു ടെന്റ് ക്യാമ്പാണ്. അത് കുറെ ടെന്റ് ഉണ്ട്. ടെന്റ് എന്ന് പറഞ്ഞാൽ നിലത്തുനിന്ന് ഒരടിക്ക് മേലെ വന്നിട്ട് 2 പേർക്ക് കിടക്കാവുന്ന ടെന്റ് ഉണ്ട്. പിന്നെ പൊക്കത്തേക്ക് തട്ടായിട്ട് ഫ്രെയിം വെച്ചിട്ടുള്ള കുറെ വീടുകളാണ്. അത് ഞങ്ങൾ ഏതാണ്ട് ഒരു 42 പേരോളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പലരും പലയിടത്തായിട്ട് അങ്ങനെ സ്റ്റേ ചെയ്ത്, അതുകൂടാതെ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 7:30 എല്ലാവരും ഫ്രഷായിട്ട് തിരിച്ച് താഴെ വന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും 4 വർഷം ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 7:30 ആയപ്പോൾ എല്ലാവരും അവിടെ വന്ന്, അപ്പോൾ അവിടെ വീണ്ടും വേറെ ടൈപ്പുള്ള കുറേ ഗെയിംസും, പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് പാട്ട് പാടാം. അപ്പം അങ്ങനെ എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച് പെർഫോം ചെയ്ത് അങ്ങനെ ഞങ്ങൾക്കൊരു 9 മണിയോടുകൂടി ആ സെഷൻ കഴിഞ്ഞ്. അതിനുശേഷം നമ്മൾ മേലെ പോയിട്ട് ഡിന്നർ കഴിച്ചായിരുന്നു. ഡിന്നർ നല്ല ഫ്രൈഡ് റൈസും നല്ല ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി സൂപ്പറാണ്, ആരാണ് വെച്ചത് അറിയാൻ പാടില്ല. നല്ല ടേസ്റ്റ്, നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം അതെല്ലാം കഴിച്ച് നമ്മൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ താഴെ വന്ന് കുറച്ച് 2 പേരും നമുക്ക് ഗിറ്റാറൊക്കെ വായിക്കാനായിട്ട് 2 പേരും നമ്മളെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഗിറ്റാർ വായിക്കും, നമുക്ക് പാടണമെങ്കിൽ പാടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാട്ട് പാടി അങ്ങനെ ചെയ്യും. അത് ഒരു മണിക്കൂറോളം അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലും നമ്മുടെ ആൾക്കാർ അവിടെ വന്ന് പാടും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി വേറെ ഗെയിം, പഞ്ച പിടിക്കണ പരിപാടി, വളരെ നല്ല ആവേശകരമായ മത്സരമായി. പിന്നെ കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് തളർച്ചയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പോയി. കാരണം നാളെ രാവിലെ 6 മണിക്ക് മറ്റേ ജീപ്പ് സഫാരി ഉള്ളതാണ്. അപ്പോൾ 6 ജീപ്പ് അതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എണീക്കണം. അപ്പോൾ ഞാനൊരു 12-12:30 ആയപ്പോൾ നേരെ റൂമിലേക്ക് പോയി. അവിടെ പോയി ഒന്ന് ഫ്രഷായി. ചൂടുവെള്ളം കുറവായിരുന്നു. ആ തണുപ്പ് വെള്ളത്തിലൊക്കെ എങ്ങനെയൊക്കെ കുളിച്ച് എന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. ഏതാണ്ട് 5 മണിയായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് പോയി. 6 മണിക്ക് എല്ലാവരും റെഡിയായി ജീപ്പിൽ വന്ന് ഞങ്ങൾ അവിടെ നിന്നൊരു അരമണിക്കൂറോളം ജീപ്പിൽ പോകണം. അത് റോഡ് ഞാൻ പറയില്ലേ ഇല്ല, ജീപ്പിൽ എങ്ങനെയാണ് പോകണമെന്നുള്ളത് ഭയങ്കര ഇതാണ്. എന്നിട്ട് ജീപ്പ് സഫാരി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 1 മണിക്കൂറോളം ഇത് കാട്ടിലൂടെ നടന്നു പോകണം. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരാൾക്ക് പോകാവുന്ന വഴിയേ ഉള്ളൂ. മറ്റേ കുതിരയോടൊപ്പം പപ്പു പറയണ പോലെ
ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഞാനും ജീപ്പും പൊക്കയിലെന്ന് പറയണ പോലത്തെ അവസ്ഥയാണ്. അത് എങ്ങനെയൊക്കെ പോയി, എനിക്കും അവരെ കൂടി നടക്കാൻ പറ്റി എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ 1 മണിക്കൂർ അവിടെ പോയി നടന്നതിന് ശേഷം ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോ എല്ലാം എടുത്ത്, അതിന്റെ അപ്പുറത്ത് നല്ല വ്യൂ ആ, തമിഴ്നാടിന്റെ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അതിനുശേഷം കുറെ നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റിയിരുത്തിയിട്ട് ഓരോരുത്തരുടെയും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിരുന്നു. അത് കുറെ പേർക്ക് ഗുണം ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ വിഷമം ഒരാളോട് പറയാനായിട്ട് പറ്റുക എന്നുള്ളത് സാധാരണ കേട്ടിരിക്കാനായിട്ട് ഇപ്പൊ ആൾക്കാർ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതും ഈ ട്രിപ്പിന്റെ ഒരു നല്ലൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് വീണ്ടും ഇതേപോലെ തിരിച്ചു പോകുന്ന റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും താഴെ വന്നിട്ട് നമ്മൾ 4 ടീമായിട്ട് ഇതിനെ തിരിച്ച്, എന്നിട്ട് ഓരോരുത്തരുടെയും ടീമിനെയും ഓരോ ഈ ഡാൻസ് പഠിപ്പിച്ച് തന്നായിരുന്നു അവർ, എന്നെ ഉൾപ്പെടെ. ഞാൻ വലിയ ഡാൻസൊന്നും കളിക്കുന്ന കൂടുതലല്ല. എന്നിട്ട് ആ സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ആകെ 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ സ്റ്റെപ്പ്. അതെല്ലാം കളിച്ച് 4 ടീമിന്റെയും കൂടി ഡാൻസ് അവർ ഒന്നിച്ചാക്കിയിട്ട് അവർ എനിക്കൊന്ന് റീൽസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 12 മണിയോടുകൂടി അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് തിരിച്ചു പോരാനുണ്ടായത്. ഞങ്ങള് നേരെ വീണ്ടും ജീപ്പ് പറഞ്ഞിട്ട് സിറ്റിയിൽ വന്ന് അവിടെ നിന്ന് ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങളുടെ ബസ് അവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഭയങ്കര ഡാൻസാണ്. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചവിട്ടി പൊളിക്കണത്രയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് ഇവര്, അല്ലാണ്ട് വേറെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കില്ല. നമ്മൾ മൂന്നാർ വന്നിട്ട് മൂന്നാർ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി എത്തി. അവിടെ നിന്ന് നമ്മൾ കുറെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്, കുറെ തേയില എല്ലാം മേടിച്ച് കുറച്ച് പേര് ഡിന്നർ കഴിച്ചായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് ബിസ്ക്കറ്റും കട്ടൻ കാപ്പി കഴിച്ചിട്ടുണ്ട്. കട്ടൻ കാപ്പിനെ കൂടെയാണ് നമ്മൾ പോണത്. അപ്പൊ എന്തായാലും കട്ടൻ കാപ്പി ഇരിക്കട്ടെന്ന് കഴിച്ചു. കൂടുതൽ രാത്രി ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല. അതിനുശേഷം ഒരു 8 മണിയോടുകൂടി നമ്മൾ മൂന്നാറിന്ന് തിരിച്ച്. ഈ 2 ദിവസം കൊണ്ട് നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ നമ്മൾക്ക് എന്തോ 100 വർഷം മുമ്പ് പരിചയമുള്ള ഒരു ഫീലുള്ള ഒരു ടൈപ്പ് യാത്രയായിരുന്നു. ഇവരെല്ലാം പോവാൻ നേരത്ത് ഓരോരുത്തരും വന്ന് സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ച് ഇനിയും നമുക്ക് കാണണം, അടുത്ത ട്രിപ്പിൽ നമ്മൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പോണത്. അങ്ങനെ എനിക്കും അങ്ങനെ കുറെ പേര് നമ്മൾ ആ ഒരു രീതിയിലാണ്. അങ്ങനെ ഞങ്ങള് പിന്നെ എറണാകുളത്ത് വന്നിട്ട് കലൂരാണ് ഞാൻ ഇറങ്ങിയത്. കലൂര് 2-3 പേരുണ്ടായിരുന്നു. കലൂർ ഇറങ്ങി അവിടെ നിന്ന് എൻ്റെ മോൻ വന്നിട്ട് എന്നെ കാറിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ ടീം എടുത്ത എഫേർട്ട് ഭയങ്കര വലുതാണ്. കാരണം ഇനിയും ഇവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കൂടി ഇനിയും പോകുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണണം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ ഈ ട്രിപ്പിന് വന്ന മറ്റുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.